ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് പോയോട്ടോ. കഴിഞ്ഞ അതിലാണ് പ്രിപ്പറേഷൻസും ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ എത്തിയതെന്നൊക്കെ അതിലാണുള്ളത്. അപ്പോൾ ഈ വ്ളോഗിൽ എന്താ വിചാരിച്ചാൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോണത് ആനിവേഴ്സറിയുടെ അന്നത്തെ ഷാമിയൊക്കെ തന്നൊക്കെ വലിയ സർപ്രൈസും ഞങ്ങൾ കേക്ക് മുറിക്കണതും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ ആനിവേഴ്സറി വ്ളോഗ് മാത്രം കേട്ടോ. കാരണം അല്ലാണ്ട് റൂം ടൂറും പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും റിസോർട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വ്ളോഗാവും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് അടുത്ത വ്ളോഗിലായിട്ട് ഇടാം. അപ്പോൾ ഇതിൽ ആനിവേഴ്സറിയുടെ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഷാമിയക്കൊക്കെ സർപ്രൈസ് ഞാൻ ശരിക്കും ഭയങ്കര ഷോക്കായി. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു, പക്ഷേ ഒട്ടും വിചാരിക്കാണ്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൊമൻസൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. We are all set for anniversary celebration. Ayyenake അങ്ങനെയൊക്കെ കൈയോണ്ടാക്കി ഏന്നൊക്കെ. 1 2 3 എത്ര പപ്പ ഒന്ന് ചെയ്യണ ഇപ്പൊ? അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇവര് ചേരലില്ല. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആണ്, കേക്ക് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആണ്, അതാണ് അബുവിന്റെ. വി ആർ ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, മമ്മി പപ്പിണ്ട്. ഹാപ്പി ആനിവേഴ്സറി ടു ഒരു പീസ്. പപ്പ മാമ ഒരു പീസ് ഇടുകേ, ഇവിടുന്ന് ഇടുകേ, പിടിച്ച് പിടിക്കേ ഇടുകേ. മമ്മ കൊടുക്ക് പിടിക്ക്. മമ്മ കൊടുക്ക്. എന്റെ ഗിഫ്റ്റ്, എന്റെ ഗിഫ്റ്റ്, എന്റെ ജാസിക്ക് ബർത്ത്ഡേ ആനിവേഴ്സറി ഒരു ഗിഫ്റ്റ് സർപ്രൈസ്. ഇപ്പൊ ഞാൻ മാത്രമാണ് ഗിഫ്റ്റ് കൊടുത്താൽ. അപ്പൊ ഞാനിത് ജയിച്ചിരിക്കുന്നു. അതാ ഇവന് ഇത് തമ്പ്രാട്ടാക്കിട്ടോ. കഴിഞ്ഞില്ല പിന്നെ എന്താ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിന്നെ? കിട്ടിയാ ഗോയ്സ്, ഒരു ആകെ എന്താ പറയാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഫോൺ കിട്ടും. ഞാൻ ഇപ്രാവശ്യം ഷാമിയൊക്കെ പറഞ്ഞത് രണ്ടുപേരും സർപ്രൈസ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒന്നും ഞാൻ മേടിച്ചില്ല. കാര്യം ഞാൻ ഈ സർപ്രൈസ് മേടിക്കാറുള്ളതാ. ഷാമിയൊക്കെ എന്നോട് പറഞ്ഞ ഞാൻ അന്ന് മേടിച്ചപ്പോ നമുക്ക് അങ്ങനെ ഇതാക്കട്ടെ, അന്ന് ഡ്രസ് ഇതൊക്കെ മേടിച്ചത്. ഞാൻ പെട്ടെന്ന് ആകെ ശരിക്കും സങ്കടമായി. നല്ല സങ്കടമായി പെട്ടെന്ന്. കാക്ക ഞാൻ ആ ഒരു ഇമോഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കണ്. കാക എന്തോ പെട്ടെന്ന് ആകെ ഷോക്കായി. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. എന്നാലും ഞാൻ തരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഞങ്ങള് ടൂറും വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സാധനം എന്റെ കയ്യിലെത്തിരിക്കുകയാണ്. കിട്ടിയപ്പോ കുറച്ചിങ്ങനെ
ഇമോഷണലായി ഒരു കുറച്ച് ഇതായെങ്കിലും ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഐഫോൺ 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 ഞാൻ കുറേ കാലം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തായാലും കിട്ടൂല ഒരിക്കലും. എങ്ങനെ ഓപ്പൺ ചെയ്യും? അതങ്ങോട്ട് പറക്കി ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ പതുക്കെ അങ്ങനെ പതുക്കെ ഹായ് നല്ല കളറിട്ടാ. പതുക്കെ പതുക്കെ എടുക്കണേ. ടൈറ്റാനിയം ഏത് കളറ്? ഡെസേർട്ട് ടൈറ്റാനിയം. നൈസ്. നിർവൃതി കയ്യിലിങ്ങനെ കിട്ടിയ സ്വിച്ച് ഓൺ ആക്ക്. സ്വിച്ച് ഓൺ ആക്ക്. എന്താ പറയാ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഗായ്സ് വല്ലാത്തൊരു സർപ്രൈസായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഇക്കാണിച്ചെങ്കിൽ സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കാനും കിട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരുമിച്ചായതുകൊണ്ടാണ് അങ്ങനെ സർപ്രൈസസ് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഗിഫ്റ്റ് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഷാമിയാക്ക് ഇങ്ങനെ ഇത്രയും വലിയ സർപ്രൈസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തരുന്ന വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒന്നാമത് സർപ്രൈസൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആദ്യം കിട്ടിയപ്പോൾ ഭയങ്കര ഷോക്കായി, ഭയങ്കര എന്തോ നെഞ്ചിടിക്കുക, ഭയങ്കര എന്തൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നി ആദ്യമായിട്ടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കാലം ആഗ്രഹിച്ച ഫോണാണ്. കാരണം എൻ്റെ ഫോൺ മറ്റേത് ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് ഇതായിക്കണം. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ച സാധനം ഇങ്ങനെ നല്ലതിൽ സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ ആദ്യം ഷോക്കാണെങ്കിൽ പിന്നേക്ക് ഭയങ്കര ഞാൻ ഐഫോൺ 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 എന്നിട്ട് അങ്ങനെ സന്തോഷം അടക്കിയിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പക്ഷെ എനിക്ക് സങ്കടം എന്താ വെച്ചാൽ അങ്ങനെ ഞാൻ ഷാമിയാക്കൊക്കെ ഇപ്രാവശ്യം ഒന്നും കാര്യമായിട്ട് മേടിച്ചില്ല. അതില്ല എന്നുള്ള പ്ലാനിൽ അങ്ങനെ ആയതുകൊണ്ട് അതാണ് എനിക്കൊരു സങ്കടമായിട്ട് ഞാൻ അങ്ങനെ നിന്നത്. എന്നിട്ടിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിയും സർപ്രൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് നല്ല കളറ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം നമ്മളിവിടെ ഡിന്നർ നമ്മൾ പാക്കേജിലില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് പുറത്ത് പോയി കഴിക്കാൻ വിചാരിച്ച്. പിന്നെ നമ്മൾ വിചാരിച്ച് പുറത്ത് പോയി കഴിക്കുക വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം കിട്ടില്ല. പുറത്ത് ഹോട്ടലും പിന്നെ അത് വേണ്ട വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട്, ടേബിളൊക്കെ ഇട്ട് പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കാം. നിങ്ങളടുത്ത വ്ളോഗ് റൂം ടൂർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് അവിടെ പ്ലേറ്റൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മൾ കബാബും അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്കിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഐബു ആയതിനു ശേഷം ഒരുമിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ ഇരുന്ന് ഇങ്ങനെ സമാധാനത്തിൽ കഴിക്കലൊക്കെ കുറവാണ്. കാരണം ഒന്നെങ്കിൽ അവന് കൊടുത്തിട്ട് ഞാൻ കഴിക്കും, ഷാമിയൊക്കെ അവിടെ നിന്ന് കഴിക്കും, അവിടെ അങ്ങനെ കുറച്ചേരി കഴിക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ അവൻ പിന്നെ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാക്കും. ഇത് വലിച്ചെറിൽ ഇത് വിളിച്ച് വലിച്ചെറിൽ അങ്ങനെയൊക്കെ മൂപ്പരാളുണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്ത് ഒരുമിച്ച് നല്ല ടൈം എടുത്തിട്ട് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ പിന്നെ ഐബൂനൊന്ന് അടക്കിയിരിക്കണല്ലോ. ഐബൂട് വന്നതിന് ശേഷം ഭയങ്കര ഓടിക്കളിയിരുന്നിട്ടാണ്. പിന്നെ മൂപ്പരാൾ അങ്ങനെ ടാബിലൊന്നും ഒതുങ്ങിയിരിക്കാത്ത കുട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മൾ ഈ ഭക്ഷണം അറേഞ്ച് ചെയ്യുന്ന സമയം കൊണ്ട് ആ സമയത്ത് നമ്മൾ ടാബ് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കില്ല. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അവനങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ നമുക്കങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് അവനക്ക് അവിടെ ഹോളിൽ അവനെ സെറ്റ് ചെയ്ത് ഇരുത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു ടൈം ആയിരുന്നിട്ട്, ക്വാളിറ്റി ടൈം ആയിരുന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കുറേ കാലത്ത് ശേഷം ഇങ്ങനെ നല്ലപോലെ വർത്താനമൊക്കെ പറഞ്ഞ് രണ്ടാളും ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല ടൈം ഇട്ട് നല്ല ഇഷ്ടമായി ആ ഒരു മൊമെൻറ്റ്. പിന്നെ നല്ലൊരു ആംബിയൻസ് വരുന്ന ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് അലമ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഏരിയ, നല്ല റിസോർട്ട് ആയിരുന്നു. നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് നല്ലൊരു റിസോർട്ട്, നല്ല ആംബിയൻസൊക്കെ കിട്ടി. നല്ല അടിപൊളി. ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി ഒക്കെ അടിപൊളിയായിട്ട് നല്ല കാമും കൊയറ്റിട്ടില്ല. പിന്നെ ഐബു നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ആനിവേഴ്സറിക്ക് ഐബുവിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അവൻ നല്ല ഹാപ്പി ആയിരുന്നിട്ടാ. നല്ല കുട്ടിയായിട്ട് നമ്മളെ രീതിയിൽ നല്ലതായിട്ട് അവൻ സഹകരിച്ച് നല്ലപോലെ കളിക്കലും ഓടി കളിക്കലും അവനക്ക് നല്ല ക്വാളിറ്റി ടൈം കിട്ടി, നമുക്കും നല്ല ക്വാളിറ്റി ടൈം കിട്ടി.
അപ്പോൾ അങ്ങനെ ഒരു ആനിവേഴ്സറി, അങ്ങനെ 4th ആനിവേഴ്സറിയും കഴിഞ്ഞ്. ഇപ്പോൾ 2nd 3rd ഒരുമിച്ചില്ലാത്തതിൻ്റെ വിഷമം ഈ സമയത്ത് അങ്ങോട്ട് തീർത്ത്. നല്ല ഇങ്ങനത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ, ആനിവേഴ്സറീസ് ആയാലും ബർത്ത്ഡേസ് ആയാലും. പക്ഷെ ഷാമിയാക്കൊക്കെ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എൻ്റെ പോലെ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് തരിക, ഗിഫ്റ്റ് വേണമെന്നാ, അല്ലെങ്കിൽ ആനിവേഴ്സറി ബർത്ത്ഡേക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന മൂപ്പർക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനെ ഇഷ്ടമില്ല. എൻ്റെ അത്ര പ്രാന്തില്ല. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഷാമിയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു തരണം കേട്ടോ. മൂപ്പർക്ക് ഇങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, വേണ്ടിയിട്ട് റിസോർട്ട് എടുക്കലും ഭയങ്കര ഇഷ്ടമാണ് ഈ റിസോർട്ട് എടുക്കുക, ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പർക്ക് വേണ്ടി ചെയ്തു തരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ടൈം കിട്ടി. ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ 10 മിനിറ്റ് ഞങ്ങൾ ഇത് തിന്ന് 10 മിനിറ്റ് ഞങ്ങൾ ഇരുന്നതും അപ്പനെ മൂപ്പുകൾ വന്ന്. മൂപ്പുകൾക്ക് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ വന്ന് ഞങ്ങളായിട്ട് ഇന്ന് ഞങ്ങളൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ ഇരുന്നിട്ടാണ്. അപ്പം അങ്ങനെ. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.